ഹലോ ഗായ്സ്, വെൽക്കം ടു മാൽവിഷൻ. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. ബട്ട് ഈ വീഡിയോ ശരിക്കും എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ റീസെൻ്റ്ലി മേടിച്ച ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇവളുടെ പേര് കല്ലു എന്നാണ്. ഇതിൻ്റെ ഇലയുടെ സൈഡൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് വാടി വരുമായിരുന്നു. സോ പുറത്തേക്ക് എടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാമെന്ന് വെച്ചു. ഇനി റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് വെയിൽ കിട്ടാതെ ഇങ്ങനെ ആയതാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് തണലത്തേക്ക് എടുത്താണ് ഈ ചെടി വെച്ചത്. കുറച്ചേരം വെയിൽ കാഞ്ഞൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ റൂമിലെത്തി. അപ്പം ഇനി എന്തുണ്ടാക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് ക്ലേ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇനി എന്തുണ്ടാക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കലണ്ടർ ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. കുറച്ച് നാളായിട്ട് പിൻട്രസ്റ്റിലും പിന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കുറേ കാണുന്ന ഒരു കലണ്ടറാണ് ഇങ്ങനത്തെ. അതായത് നമ്മൾ മാനുവലി സെറ്റ് ചെയ്യണ ഒരു കലണ്ടറാണ്. അതായത് ഏത് വർഷം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു റീയൂസബിൾ ആയിട്ടുള്ളൊരു ക്ലേ കലണ്ടർ ഉണ്ടാക്കാമെന്ന് ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു. അതിന് ഞാനൊരു പേരും ഇട്ടു, ഹണി ബെയർ. അതായത് ഹണി ബീയുടെ ബോഡിയും ബെയറിൻ്റെ ഒരു രൂപവും അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അലുമിനിയം ഫോയിൽ ആദ്യം തന്നെ ചുരുട്ടി കൂട്ടി നമ്മുടെ ബെയറിൻ്റെ തലയുടെ ഷേപ്പാക്കി എടുത്തു. ഇത് നമുക്ക് ഡയറക്റ്റ് ക്ലേ മാത്രം യൂസ് ചെയ്തും ഇതേ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ച് യൂസ് ചെയ്യാൻ കാരണം അത്രയും കുറച്ച് ക്ലേ യൂസ് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടാണ്. പിന്നെ അധികം വെയിറ്റും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി ബോഡി ഉണ്ടാക്കാനും ഇതുപോലെ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടി അതിൻ്റെ ഒരു ഷേപ്പ് ആക്കി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒരു കൂട് പോലെ ആക്കി എടുക്കണം ആ ബോഡി ആക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹോള് വേണമല്ലോ നമ്മുടെ ഡേറ്റ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ ഇതൊരു കൊട്ടയുടെ ഷേപ്പ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അതിനെടുത്തൊന്ന് ഉള്ളിലേക്ക് തിരികെ വെച്ചേക്കുക. അപ്പം നമുക്ക് ആ ഡേറ്റൊക്കെ വെക്കണ ആ ഒരു ഹോള് റെഡി ആയിട്ട് കിട്ടും. തലയും ബോഡിയും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നി. അപ്പം ഞാൻ ഒരു ലെയർ അലുമിനിയം ഫോയിലും കൂടി എടുത്ത് ആ ബോഡി ഒന്നും കൂടി കവർ ചെയ്ത് കുറച്ച് തിക്കാക്കി എടുത്തു. അപ്പം നമ്മുടെ ബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലേ കൊണ്ടുള്ള കളികളാണ്. ഞാനിവിടെ 2 സെറ്റ് മൗൾഡിഡ് ക്ലേ ആണ് യൂസ് ചെയ്യണത്. ക്ലേയിൻ്റെ 2 സെക്ഷനും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ കയ്യിലധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൗഡർ നമ്മുടെ ഇട്ടതിന് ശേഷം ഇതിനെടുത്ത് ഉരുട്ടുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കും. നല്ലോണം മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ചായിട്ടെടുത്ത് നമ്മുടെ ആ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ആ ബേസ് ഫുള്ളും നമ്മൾ ഇതുപോലെ ക്ലേ കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർഫസിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്ത് ഇതുപോലെ സ്മൂത്ത് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ പൗഡർ ഇട്ടിട്ട് സ്മൂത്ത് ചെയ്തും എടുക്കാം. സ്മൂത്ത് ചെയ്യാൻ എനിക്ക് ഇത്രയൊക്കെ ക്ഷമയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. എന്നിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവാം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഹെഡിൻ്റെ ബേസില്ലേ അതിലേക്കും ഇതുപോലെ തന്നെ കുറച്ച് ക്ലേ എടുത്ത് ഒട്ടിച്ച് നമുക്ക് ആ ഒരു ഷേപ്പും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പറയാൻ മറന്നു, ഈ വെള്ളം തൊട്ട് സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാവും കേട്ടോ. അതുകൊണ്ട് എല്ലാ ആവശ്യത്തിനും മാത്രം ചെയ്യുക. ആ ഹെഡിൽ പിന്നെ ഞാൻ 2 കുഞ്ഞ് ചെവിയും കൂടി വെച്ചു. പിന്നെ അതിൻ്റെ ഒരു വായ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ക്ലേ സ്റ്റിക്കി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പശയുടെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഒട്ടിക്കാം. എന്നാൽ ക്ലേ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിക്കിനെസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്ലൂ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ബോഡിയിലേക്ക് ഈ ഹെഡിനെ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഹെഡും ബോഡിയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇതെന്തോ രണ്ടും വേറിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ, ഒരു സിങ്ക് ഇല്ലാതെ നിൽക്കണ പോലെ തോന്നി. അപ്പം ഞാൻ വെച്ചു എന്നാൽ അതിനൊരു സ്കാർഫ് ഉണ്ടാക്കി കഴുത്തിൽ ചുറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്ലേ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ കഴുത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ കുറച്ച് പീസസ് എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ അതൊരു സ്കാർഫിൻ്റെ പോലെ നമുക്ക് കിട്ടും. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കറണ്ട് പോയി. അതാണ് കുറച്ച് ഇരുട്ടായിട്ടിരിക്കണേ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു. അപ്പം നമ്മൾ ഇനി കൈ ഉണ്ടാക്കി അതിന് ഒട്ടിച്ചു കൊടുക്കണം. കൈ ഇതുപോലെ തന്നെ ചെറുതാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണേ. കാരണം അത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ക്ലേ അപ്പോഴേക്കും. പിന്നെ ഞാൻ 2 പാക്കറ്റ് ക്ലേ എടുത്തെന്ന് പറഞ്ഞല്ലോ, അത് രണ്ടും ഞാൻ ഒറ്റയടിക്കല്ല മിക്സ് ചെയ്തെടുത്തത്, കുറച്ചായിട്ട് മിക്സ് ചെയ്താണ് എടുത്തത്. അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡേറ്റ്സ് ഒക്കെ വെക്കാനുള്ള ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ലെങ്ത് ഉള്ള 3 പീസ് ക്ലേ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് മൺസ് ചെയ്താനായിട്ടുള്ളതാണ്. പിന്നെ ബാക്കി വന്ന ക്ലേ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ അതിനെ 2 ചിറകാക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇത് ഹണി ബെയർ ആണല്ലോ, അപ്പോൾ ഹണി ബീയുടെ പോലെ ഒരു ചിറകും കൂടി വേണമല്ലോ. അതും ഞാൻ കുറച്ച് ഗ്ലൂ ഒക്കെ തേച്ച് ഈ നമ്മുടെ
കലണ്ടറിന്റെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതാവുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ഇതിൻ്റെ അകത്ത് ഡേറ്റ്സും മന്ത്സും ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കണേന്ന്. ഡേറ്റ്സ് എഴുതാനായിട്ട് നമുക്ക് 2 ക്യൂബ്സ് ആണ് വേണ്ടത്, ക്യൂബ് എ ക്യൂബ് ബി. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്യൂബിൽ കൊടുക്കുന്ന നമ്പേഴ്സ് ആണ് 1 2 3 4 5 0. സെക്കൻഡ് ക്യൂബിൽ 0 1 2 7 8 9. ഇതിലെ 9 തന്നെയാണ് നമ്മൾ 6 ആയിട്ടും റീയൂസ് ചെയ്യണത്. ഇനി 12 മന്ത്സ് എഴുതാനായിട്ട് നമുക്ക് 3 ക്യൂബോയിഡ്സ് ആണ് വേണ്ടത്. അതിന്റെ 4 സൈഡിൽ നമ്മൾ 4 മന്ത്സ് വീതം എഴുതി കൊടുക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്യൂബ്സും ക്യൂബോയിഡ്സും ഉണ്ടാക്കുന്നൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡ്സ് എല്ലാം സ്മൂത്ത് ചെയ്യാൻ നമുക്ക് ആദ്യം ചെയ്ത സെയിം മെത്തേഡ് തന്നെ പൗഡർ ഇട്ടിട്ട് അവിടെ വെച്ചൊന്ന് റബ്ബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൈഡ്സ് സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഈ മന്തും ഡേറ്റ് ചെയ്ത ക്യൂബ്സും അതിൻ്റെ അകത്ത് കൊള്ളണം, അതേ സൈസിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു ക്യൂബ് ചെറുതായിട്ടൊന്ന് സൈസ് ഇത്തിരി വലുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ബാക്കി വന്ന ആ ക്ലേയിനെ ഞാൻ ഒരു ഷേപ്പ് ചെയ്തെടുത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി നമ്മുടെ ഈ ബെയറിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാമെന്ന് വെച്ചു. ക്ലേ കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയതുകൊണ്ട് ആ ഫ്ലവർ ഞാൻ കുറച്ച് ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഫ്ലവർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ക്യൂബോയിഡ്സ് ഉണ്ടാക്കിയിരുന്നല്ലോ മന്ത്സ് എഴുതാനായിട്ട്. അതിൽ ഒരു സമയത്ത് നമുക്ക് ഒരു ക്യൂബോയിഡാണ് ഈ ഹോളിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി 2 വെറുതെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാതായി പോയില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു ബാഗ് പോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള ക്യൂബോയിഡ്സിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ട് വെക്കാം ഇതുപോലെ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ്, അതായത് പെയിന്റിങ്. അതിനാദ്യം തന്നെ ഞാൻ വൈറ്റ് കളർ കൊണ്ട് ഒരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മീതെ ബാക്കി കളേഴ്സൊക്കെ കൊടുക്കാൻ പോണേ. ഈ സെയിം വൈറ്റ് കോട്ട് നമ്മൾ നമ്മുടെ ആ ക്യൂബ്സിലൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് കൂടി ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം ഇതൊരു ഹണി ബീയുടെ തീമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ലൈൻസ് യെല്ലോ ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ് വരാൻ വേണ്ടിയിട്ട് ഞാനത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി പെൻസിൽ കൊണ്ട് ഒരു ലെയർ വരച്ചു കൊടുത്തു. ഇത് പിന്നെയും കറണ്ട് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ജനലിൻ്റെ സൈഡിലിരുന്ന് ആ ലൈറ്റിലിരുന്ന് ചെയ്യാമെന്ന് വെച്ചു. ബെയറിൻ്റെ ബോഡിയിലും ഫേസിലും ഫുള്ള് ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പച്ച ബെയറായാലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ. അങ്ങനെ ബ്രൗണിൻ്റെ സെക്ഷൻ ഫുൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോയും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കൊടുക്കുക. നമ്മൾ നേരത്തെ ലൈൻസ് വരച്ചിട്ടുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടുണ്ട്. എവിടെയൊക്കെ യെല്ലോ കൊടുക്കണം, എവിടെയൊക്കെ ബ്ലാക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. യെല്ലോ കംപ്ലീറ്റ് ആയപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയായിട്ടോ. ബാക്കിയുള്ള ഗ്യാപ്പിൽ ബ്ലാക്കും കൊടുത്തു, പിന്നെ സ്കാർഫിന് ഗ്രീനും കൊടുത്തു, കണ്ണും മൂക്കും വായയും വരച്ചു. ഇവൻ്റെ ബാഗ് ഫുള്ള് ഞാനൊരു ലൈറ്റ് പിങ്ക് ആണ് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ കൂടി ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്കർ പിങ്ക് കൊണ്ട് കുറച്ച് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. അതായത് ഹൊറിസോണ്ടലും വേർട്ടിക്കലും ആയിട്ട് ലൈൻസ് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ജോയിനിങ്ങിൽ റെഡ് കളർ കൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പോലെയും കൂടി വരച്ചു വെച്ചു. അപ്പോൾ നല്ലൊരു ചെക്ക് പാറ്റേൺ നമുക്ക് കിട്ടും. ഇതിൻ്റെ വിങ്സിൽ ഞാൻ ഒരു കോട്ട് വൈറ്റും കൂടി കൊടുത്ത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ഷെയ്ഡാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മന്ത്സും ഡേറ്റ്സും എല്ലാം നമ്മൾ ആ ക്യൂബ്സിലും ക്യൂബോയിഡ്സിലും എഴുതി കൊടുത്തു. ഇനി നമുക്ക് ഡേറ്റും മന്തും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. രാവിലെ തുടങ്ങി ഈ പണി രാത്രി എപ്പോഴാണ് തീർന്നേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.